Hi, very good afternoon to all. Today we will discuss about planning premises. ഇന്ന് നമ്മൾ പറയുന്നത് പ്ലാനിങ് പ്രമിസസിനെ പറ്റിയിട്ടാണ്. എന്താണെന്നുള്ളത് നോക്കാം. The process of planning is based upon estimates of future. Though past guides the plans in present, plans are made to achieve the goals in future. Therefore, forecast of future events leads to efficient plans. Since future events are not known accurately, assumption is made about these events. So these events may be known conditions, change in the tax laws as announced in the budget, or anticipated events which may or may not happen. Entry of competitor in the same market within the same product, like that. Okay. നോക്കുക എന്താണെന്നുള്ളത്. ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ഈസ് ബേസ്ഡ് അപ്പോൺ എസ്റ്റിമേറ്റ്സ് ഓഫ് ഫ്യൂച്ചർ. അല്ലേ, പ്ലാനിങ്ങിൻ്റെ പ്രക്രിയ എന്ന് പറയുന്നത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്? ഭാവിയുടെ ഒരു എസ്റ്റിമേറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പ്ലാനിങ് അല്ലെങ്കിൽ ആസൂത്രണ പ്രക്രിയയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് നമ്മുടെ ഭാവിയെ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ടാണ്. ദോ പാസ്റ്റ് ഗൈഡ് ദ പ്ലാൻസ് ഇൻ പ്രസൻറ്റ്, അതായത് എന്താണ്, പ്രസൻറ്റ് പ്ലാനിനെ നമ്മുടെ പാസ്റ്റ് എന്ത് ചെയ്യണമെങ്കിൽ ഗൈഡ് ചെയ്യുമെങ്കിലും പ്ലാൻസ് ആർ മെയ്ഡ് ടു അച്ചീവ് ദ ഗോൾസ് ഇൻ ഫ്യൂച്ചർ. നമ്മൾ പ്ലാൻ ഉണ്ടാക്കുന്നത് എന്താണ്, ഭാവിയിലെ ലക്ഷ്യങ്ങളെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ പാസ്റ്റിലുള്ള നമ്മുടെ അനുഭവങ്ങൾ നമ്മളെ ഗൈഡ് ചെയ്യുന്നുണ്ട് എങ്കിലും നമ്മുടെ പ്ലാനിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഭാവിയിലെ ലക്ഷ്യങ്ങൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഫോർകാസ്റ്റ് ഓഫ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ലീഡ്സ് ടു എഫിഷ്യൻ്റ് പ്ലാൻസ്. ഭാവിയിലുള്ള സംഭവങ്ങളെ കൃത്യമായിട്ട് പ്രവചിക്കാൻ അല്ലെങ്കിൽ അത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമ്പോഴാണ് എന്തുണ്ടാവുന്നത്, വളരെ നല്ല പ്ലാനുകൾ ഉണ്ടാവുന്നത്. സിൻസ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് ആർ നോട്ട് നോൺ ആക്യുറേറ്റ്ലി, നമുക്ക് പറയാൻ പറ്റില്ല നാളെ ഇപ്പം എന്താ സംഭവിക്കുക എന്നുള്ളത് അല്ലേ. നമുക്ക് ഫ്യൂച്ചർ ഈവൻറ്റ്സ് കൃത്യമായിട്ട് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. അപ്പം നമ്മളെന്താ പറയുക, അസംഷൻ ഈസ് മെയ്ഡ് അബൌട്ട് ദീസ് ഈവൻറ്റ്സ്. അതിനെ പറ്റിയിട്ട് ചില അസംഷൻസ്, ചില നിരൂപണങ്ങൾ നമ്മളങ്ങനെ ഇപ്പം 10ാം ക്ലാസ് പഠിക്കുന്ന ഒരാളോട് ചോദിക്കുമ്പോൾ അവൻ ജയിക്കുമെന്നുള്ളത് അവൻ അറിയില്ല. അപ്പം അവൻ പറയും എന്നാലും ചിലപ്പോൾ എന്ത് പറയും, ജയിക്കാൻ സാധ്യത ഉണ്ട്. അങ്ങനെയുള്ള ചില സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭാവിയെ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. സോ ദി ഈവൻറ്റ്സ് മേ ബി നോൺ കണ്ടീഷൻ. ചിലത് നമുക്ക് എന്ത് ചെയ്യാവുന്നതായിരിക്കും, അറിയുന്നതായിരിക്കും. പിന്നെ ബിസിനസ്സിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, അറിയുന്നതായിരിക്കും. കാരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബഡ്ജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുള്ള ടാക്സ് ലോയിലെ മാറ്റം, അത് ബഡ്ജറ്റ് ഓൾറെഡി അനൗൺസ് ചെയ്താൽ ഭാവിയിൽ വരും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറയാം, അത് നോൺ കണ്ടീഷനാണ്. അതല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് ഈവൻറ്റ്സ് വിത്ത് മേ ഓർ മേ നോട്ട് ഹാപ്പൺ, നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കുന്ന, അത് ചിലപ്പോൾ സംഭവിക്കാതിരിക്കുക. അതേ നമ്മുടെ കമ്പനിയുടെ അതേ പ്രോഡക്റ്റിൻ്റെ മാർക്കറ്റിൽ വരിക അല്ലെ, അത് നമ്മൾ ചിലപ്പോൾ പ്രതീക്ഷിക്കും, ചിലപ്പോൾ പ്രതീക്ഷിക്കില്ല, ചിലപ്പോൾ നടക്കും, ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നടക്കില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുൻകൂട്ടി എന്ത് ചെയ്യണത്, കാണുന്നത് അല്ലേ. So though these assumptions are primarily based on scientific analysis and models, managers also use their intuition and judgment to make assumptions about future events. അപ്പോൾ ഇങ്ങനെയുള്ള അസംഷൻസ് ഒക്കെ പ്രധാനമായും ബേസ് ചെയ്യുന്നത് സയൻറ്റിഫിക് അനാലിസിസിൻ്റെയും സയൻറ്റിഫിക് മോഡൽസിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഈ അസംഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത് എങ്കിൽ പോലും ചില മാനേജേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അവരുടേതായിട്ടുള്ള ഇൻഡ്യൂഷൻ. നമ്മുടെ മനസ്സിൽ ചില ഇൻഡ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, നമ്മുടെ തോന്നലുകൾ. ആ മാനേജർമാരുടെ തോന്നലുകളും അവരുടെ ജഡ്ജ്മെൻറ്റും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഫ്യൂച്ചർ ഇവൻറ്റിനെ പറ്റിയിട്ട് അസംഷൻ ഉണ്ടാക്കാൻ എന്ത് ചെയ്യാറുണ്ട്, അവർ യൂസ് ചെയ്യാറുണ്ട്. സോ ഐഡൻറ്റിഫൈയിങ് ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്റ്റ് പ്ലാൻ ഈസ് കാൾഡ് പ്രിമൈസിങ് ആൻഡ് ദ മെത്തേഡ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പ്രിമൈസസ് ആർ കാൾഡ് ഫോർകാസ്റ്റിംഗ്. അപ്പോൾ ഈ ഐഡൻറ്റിഫൈയിങ് ദ അസംഷൻസ് ദാറ്റ് എഫക്റ്റ് പ്ലാൻസ്, പ്ലാനിനെ ബാധിക്കുന്ന അസംഷൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനെയാണ് നമ്മളെന്ത് പറയണത്, പ്രിമൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രിമൈസിങ് എന്ത് ചെയ്യുന്നത്, ചെയ്യാൻ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള മോഡലിനെയാണ് നമ്മളെന്ത് പറയുന്നത്, അല്ലെങ്കിൽ മെത്തേഡിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ഫോർകാസ്റ്റിംഗ് എന്നും പറയുന്നത്.
So the forecast or the assumptions about the future which provide a base for planning in present are known as planning premises. ഇനി എന്താണ് പ്ലാനിങ് പ്രെമിസസ് നോക്കുക, എന്താണ് ദ ഫോർകാസ്റ്റ് ഓർ ദ അസംഷൻസിൽ നിന്നാണ് നമ്മൾ നടത്തുന്ന ആ പ്രവചനം അല്ലെങ്കിൽ നമ്മുടെ അസംഷൻ എന്തിനെ പറ്റിയിട്ട്, എബൌട്ട് ദ ഫ്യൂച്ചർ, ഭാവിയെ പറ്റിയിട്ട് അല്ലെ. അതിനെ കൊണ്ട് എന്താ നോക്കുള്ള ഓർഗനൈസേഷനിലെ നേട്ടം എന്താണ്, വിച്ച് പ്രൊവൈഡ് എ ബേസ് ഫോർ പ്ലാനിങ് ഇൻ ദ പ്രസൻറ്റ്, എന്താണ് ഇപ്പോഴുള്ള പ്ലാനിങ്ങിന് ഒരു അടിസ്ഥാനം നൽകുന്ന നമ്മുടെ പ്രവചനങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ അസംഷൻസിനെ എന്തിനെ പറ്റി, ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ആ പ്രവചനങ്ങളെ അല്ലെങ്കിൽ ആ അസംഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത്. ദേ ആർ ദ ആൻറ്റിസിപ്പേറ്റഡ് എൻവയോൺമെൻറ്റ് ഇൻ വിച്ച് പ്ലാൻസ് ആർ എക്സ്പെക്റ്റഡ് ടു ബി ഓപ്പറേറ്റ്. ആൻറ്റിസിപ്പേറ്റഡ് ആണ് നമുക്ക് ചെറിയൊരു പ്രതീക്ഷയുണ്ട്, ആൻറ്റിസിപ്പേഷൻ ഉണ്ട്. ആൻറ്റിസിപ്പേറ്റഡ് എൻവയോൺമെൻറ്റിലാണ് ഈ പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് നടക്കുക. So they include assumptions or forecast of the future and known conditions that will affect the operations of plan. അതുകൊണ്ട് തന്നെ ഈ അസംഷൻസ് അല്ലെങ്കിൽ ഈ ഫോർകാസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നു, ഓഫ് ദ ഫ്യൂച്ചർ ഇതിനെ പറ്റിയിട്ടുള്ളതാണ്. ദേ ഇൻക്ലൂഡ് പ്ലാനിങ് പ്രെമിസസ് ഇൻക്ലൂഡ് ദ അസംഷൻസ് ഓർ ഫോർകാസ്റ്റ് ഓഫ് ദ ഫ്യൂച്ചർ ദേ എന്ന് പറഞ്ഞാൽ അവിടെ പ്ലാനിങ് പ്രെമിസസ് ആണ്. അപ്പോൾ ആ പ്ലാനിങ് പ്രെമിസസ് പറ്റിയിട്ടുള്ള എന്നല്ലതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഭാവിയെ പറ്റിയിട്ടുള്ള അസംഷൻസ് ആണ് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ പറ്റിയിട്ടുള്ള ഫോർകാസ്റ്റുകളാണ്. ആൻഡ് നോൺ കണ്ടീഷൻസ് എന്നാണ് നമുക്ക് അറിയപ്പെടുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ചില കണ്ടീഷൻസും ദാറ്റ് വിൽ എഫക്ട് ദി ഓപ്പറേഷൻസ് ഓഫ് പ്ലാൻ. നമ്മുടെ പ്ലാനിൻ്റെ ഓപ്പറേഷനെ ബാധിക്കുന്ന നമ്മുടെ നോൺ കണ്ടീഷൻസും അതേപോലെ ഭാവിയെ പറ്റിയിട്ടുള്ള ചില അസംഷൻസും ഫോർകാസ്റ്റും ഒക്കെയാണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്, ഈ പ്ലാനിങ് പ്രെമിസസിൽ അടങ്ങിയിട്ടുള്ളത്. The estimates about the future market, consumer preferences, political and economic environment are the planning premises on which business plans are developed. But if plans are made and their efficiency is judged in terms of the future market demands, revenue and cost, they are mere expectation of the plans. So such plans provide planning premises for the plans. അതായത് ഫ്യൂച്ചർ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള എസ്റ്റിമേറ്റുകൾ, കസ്റ്റമറുടെ അല്ലെങ്കിൽ കൺസ്യൂമറുടെ പ്രിഫറൻസ്, അവരുടെ എന്തൊക്കെയാണ് പ്രിഫർ ചെയ്യുന്നത്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഓർഗനൈസേഷൻ്റെ പൊളിറ്റിക്കൽ എൻവയോൺമെൻറ്റ് അല്ലെങ്കിൽ എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇതൊക്കെ ആർ ദ പ്ലാനിങ് പ്രെമിസസ് ഓൺ വിച്ച് ബിസിനസ് പ്ലാൻസ് ആർ ഡെവലപ്ഡ്. ബിസിനസ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുന്ന ചില പ്ലാനിങ് പ്രെമിസസുകളാണ് ഈ പറഞ്ഞിട്ടുള്ള സംഗതികളൊക്കെ. സോ ഇനി നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് പ്ലാനിങ് പ്രെമിസസ് ഏതൊക്കെ തരത്തിലാണ് പ്ലാനിങ് പ്രെമിസസ് ഉള്ളത്. ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രെമിസസ്, കൺട്രോളബിൾ ആൻഡ് സെമി കൺട്രോളബിൾ ആൻഡ് നോൺ കൺട്രോളബിൾ പ്രെമിസസ് ആൻഡ് ടാഞ്ചിബിൾ ആൻഡ് ഇൻടാഞ്ചിബിൾ പ്രെമിസസ്. ഇത്രയാണ് അതിൻ്റെ ടൈപ്സ് ഉള്ളത്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഒന്നാമത് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ പ്രെമിസസ്. സോ ഇൻറ്റേർണൽ പ്രെമിസസ് ഒറിജിനേറ്റ് ഫ്രം ഫാക്ടേഴ്സ് വിത്തിൻ ദ എൻ്റർപ്രൈസ്. ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഘടകങ്ങളിൽ നിന്നാണ് ഇൻറ്റേർണൽ പ്രെമിസസ് ഉണ്ടാവുന്നത്. They relate to premises about the company's internal policies and programs, capital budgeting proposals, സെയിൽസ് ഫോർകാസ്റ്റ്, പേഴ്സണൽ ഫോർകാസ്റ്റ് എക്സെട്ര. അപ്പോൾ എന്തൊക്കെയാവാം കമ്പനീൻ്റെ ഉള്ളിലുള്ളതെന്ന് പറയുമ്പോൾ കമ്പനിയുടെ ഇൻറ്റേർണൽ പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ് ആവാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് പ്രപ്പോസൽസ് ആവാം, സെയിൽസ് ഫോർകാസ്റ്റ് ആവാം. ഇതൊക്കെ ഇൻറ്റേർണൽ പ്ലാനിങ് പ്രെമിസസ് ആണ്. ദീസ് പ്രെമിസസ് മേ ബി സ്ട്രെങ്ത് ഓർ വീക്ക്നെസ് ഓഫ് ദി ഓർഗനൈസേഷൻ. ഈ പ്ലാനിങ് പ്രെമിസസ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ സ്ട്രെങ്ത് ആവാം, അതല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വീക്ക്നെസ്സും ആവാം. എന്നാൽ ഇൻറ്റേർണൽ പ്ലാനിങ് പ്രെമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള വിത്തിൻ ദ എൻ്റർപ്രൈസസ്. ഓക്കെ. So strength represent a positive attitude which provide strategic advantage to the company over competitors, and weakness is a limitation or constraint that provide the strategic disadvantages. നമ്മൾ പറഞ്ഞത് സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ആവാം. എന്താണ് സ്ട്രെങ്ത്?
സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ്. അതിനെ കൊണ്ടുള്ള നേട്ടം എന്താണ്? വിച്ച് പ്രൊവൈഡ് സ്ട്രാറ്റജിക് അഡ്വാൻറ്റേജ് ടു ദ കമ്പനി ഓവർ കോമ്പറ്റീറ്റേഴ്സ്. എന്താണ്? കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സിനെ അല്ലെങ്കിൽ കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ഒരു അഡ്വാൻറ്റേജ്, ഒരു നേട്ടം നൽകുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിനെയാണ് എന്ത് പറയുന്നത്? സ്ട്രെങ്ത് എന്ന് പറയുന്നത്. വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീക്ക്നെസ് ഈസ് എ ലിമിറ്റേഷൻ, എന്താണ്? ഒരു അപര്യാപ്തതയാണ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രെയിൻ ആണ്. എന്താ? ദാറ്റ് പ്രൊവൈഡ് സ്ട്രാറ്റജിക് ഡിസ്അഡ്വാൻറ്റേജസ്. ഒരു ഓർഗനൈസേഷന് ഡീമെറിറ്റ് ആയിട്ട് വരുന്ന ഒരു ലിമിറ്റേഷനാണ് എന്താ വീക്ക്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. So managers analyze their strength and weakness through corporate analysis, and when corporate analysis is combined with the environmental analysis, it is called SWOT analysis. അതായത് ഇവർക്കിത് മനസ്സിലാവുന്നത്, വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ ഇവർക്കിത് മനസ്സിലാവുന്ന ഏതിലൂടെയാണ്? SWOT അനാലിസിസിലൂടെ ആണ്. SWOT അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് സ്ട്രെങ്ത് അനലൈസ് ചെയ്യുക. ഇനി നമ്മൾ പറയുന്നത് എക്സ്റ്റേണൽ പ്രമിസസ് ആണ്. എക്സ്റ്റേണൽ പ്രമിസസ് ഒറിജിനേറ്റ് ഫ്രം ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ പുറത്ത് ഉള്ള കാര്യങ്ങളിൽ നിന്നാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഉള്ളിലല്ല, നമ്മൾ ഉള്ളിലുള്ള ഇൻറ്റേർണൽ എന്നാണ് പറയുക. പുറത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ പ്രമിസസ് എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഇൻഡയറക്റ്റ് ആക്ഷൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്. എന്താണ്? ഡയറക്റ്റ് ആയിട്ടല്ല ഇത് ഓർഗനൈസേഷനെ ബാധിക്കുക, ഇൻഡയറക്റ്റ് ആയിട്ട്, അതായത് സോഷ്യൽ, പൊളിറ്റിക്കൽ പോലെയുള്ള വിച്ച് എഫക്ട് ദി ഓർഗനൈസേഷൻ. ഓക്കെ, സോ ദേ ആർ ആൾസോ നോൺ കൺട്രോളബിൾ പ്രമിസസ് ബയോണ്ട് ദ കൺട്രോൾ ഓഫ് ദി ഓർഗനൈസേഷൻ. ഇതെന്താണ്? ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന സാധനമല്ല, അല്ലേ? കാരണം എന്താണ്? അത് ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷനാണ്. So the external environment factors represent opportunity or threat to the organization. അതെന്താവാം? സ്ഥാപനത്തെ സംബന്ധിച്ചൊരു ഓപ്പർച്യൂണിറ്റി ആവാം, അതല്ലെങ്കിൽ എന്താവാം? ഒരു ഭീഷണിയും ആവാം. സോ ഓപ്പർച്യൂണിറ്റി ഈസ് എ ഫേവറബിൾ എൻവയോൺമെൻറ്റൽ കണ്ടീഷൻ. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫേവറബിൾ, അനുകൂലമായിട്ടുള്ള സാഹചര്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്. വിച്ച് ഹെൽപ്പ് ദ ഓർഗനൈസേഷൻ ടു ഇംപ്രൂവ് ഇറ്റ്സ് ഓപ്പറേഷണൽ എഫിഷ്യൻസി. അല്ല, എന്താണ്? ആ ഓർഗനൈസേഷൻ്റെ ഓപ്പറേഷണൽ എഫിഷ്യൻസി കൂട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റൽ ഫേവറബിൾ എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓപ്പർച്യൂണിറ്റി, സാധ്യതകൾ എന്ന് പറയുന്നത്. അല്ലെ, നിങ്ങൾ ചിലപ്പോൾ ചില കോഴ്സൊക്കെ പഠിക്കുമ്പോൾ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി എന്താണെന്ന് ചോദിക്കും. ഓപ്പർച്യൂണിറ്റി ഉണ്ടോയെന്ന് ചോദിക്കുക. അപ്പം എന്താ അതിൻ്റെ സാധ്യത? അത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് വളരാൻ പറ്റുന്ന സാധ്യതകൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇറ്റ് ഈസ് ദ എൻവയോൺമെൻറ്റൽ. ദെൻ ത്രെട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിയേറ്റ്സ് എ റിസ്ക് ഫോർ ദ കമ്പനി. ത്രെട്ട് എന്താണ്? ഓർഗനൈസേഷനെ സംബന്ധിച്ച് റിസ്ക് ആണ് ഉണ്ടാക്കുക. സോ ഇറ്റ് ഈസ് ദ എൻവയോൺമെൻറ്റൽ ചലഞ്ച് ദാറ്റ് വീക്കൻസ് ദ ഓർഗനൈസേഷൻ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്. അതായത് ഒരു ഓർഗനൈസേഷൻ്റെ കോമ്പറ്റീറ്റീവ് സ്ട്രെങ്ത്തിനെ കുറയ്ക്കുന്ന എന്താണ് വെല്ലുവിളികളാണ് എന്ത് ഉൾപ്പെടുന്നത്? ത്രെട്ടിൽ എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുന്നത്. അല്ല, എന്താണ് ഇത് കണ്ടുപിടിക്കുക എങ്ങനെയാണ്? ദിസ് ഈസ് ഡൺ ത്രൂ SWOT അനാലിസിസ്. SWOT അനാലിസിസിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കാൻ പറ്റുക. സോ ഇറ്റ് ഐഡൻറ്റിഫൈസ് എൻവയോൺമെൻറ്റൽ വേരിയബിൾസ് വിച്ച് ഹെൽപ്പ് ടു ഫോർമുലേറ്റ് പ്ലാൻസ് ആൻഡ് പോളിസീസ്. എന്താണ്? ഓർഗനൈസേഷൻ SWOT അനാലിസിസ് നടത്തുമ്പോൾ ഓർഗനൈസേഷൻ്റെ പോളിസി ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്ലാൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പുറത്തുള്ള വേരിയബിൾ എന്താണെന്നുള്ളത് എന്ത് ചെയ്യും? അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. അടുത്തതാണ് കൺട്രോളബിൾ, സെമി കൺട്രോളബിൾ ആൻഡ് നോൺ കൺട്രോളബിൾ പ്രമിസസ് എന്ന് പറയുന്നത്. കൺട്രോളബിൾ പ്രമിസസ് ആർ വിത്ത് ദ കൺട്രോൾ ഓഫ് എ ബിസിനസ് എൻ്റർപ്രൈസസ്. അതായത് സച്ച് ആസ് മെൻ, മണി, മെറ്റീരിയൽ, പോളിസീസ്, പ്രൊസീജിയർ, പ്രോഗ്രാംസ് എക്സെട്ര. ദേ ക്യാൻ ബി കൺട്രോൾഡ് ബൈ എ ബിസിനസ് എൻ്റർപ്രൈസ് ടു എൻഷുർ ബെറ്റർ സെയിൽസ് ഓഫ് പ്രോഡക്ട്സ്. എന്താണ് കൺട്രോളബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർഗനൈസേഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന, അതായത് എന്താണ്? ഓർഗനൈസേഷനിലെ ആളുകളെ, ഓർഗനൈസേഷൻ്റെ പൈസയെ, ഓർഗനൈസേഷൻ്റെ മെറ്റീരിയൽ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിന് നമ്മൾ കൺട്രോളബിൾ പ്രിമൈസസ് എന്ന് പറയുന്നത്. സോ അത് കൺട്രോൾ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഓർഗനൈസേഷൻ എന്ത് എൻഷുർ ചെയ്യാം? നല്ല സെയിൽസ് ഓഫ് പ്രോഡക്റ്റ് എന്ത് ചെയ്യാം? എൻഷുർ ചെയ്യാവുന്നതാണ്. ആൻഡ് സച്ച് പ്രമിസസ് ആർ യൂഷ്വലി ഇൻറ്റേർണൽ ടു ദ ബിസിനസ്. ഇങ്ങനെയുള്ള സാധാരണ എന്താണ്? ഇൻറ്റേർണൽ പ്രമിസസ് ആയിരിക്കും. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബന്ധമുള്ളതാണ് കേട്ടോ. സോ എന്താണ് എങ്ങനെയുള്ളത്? എന്താണ് ഇങ്ങനെയുള്ള കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്? ഇൻറ്റേർണൽ പ്രമിസസ് ആയിരിക്കും. പിന്നെ പറയുന്നത് എന്താണ്? സെമി കൺട്രോളബിൾ പ്രമിസസ് ആർ ദോസ് വിച്ച് ക്യാൻ ബി പാർഷ്യലി കൺട്രോൾഡ് ബൈ എ ബിസിനസ് എൻ്റർപ്രൈസ് ലൈക്ക് ലേബർ പൊസിഷൻ ഇൻ ദ മാർക്കറ്റ്,
പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ്, മാർക്കറ്റ് ഷെയർ ഓഫ് ദ കമ്പനി, അല്ലേ? അതായത് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഓർഗനൈസേഷന് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ മറ്റൊരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ സാധിക്കില്ല. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് നൈദർ ടോട്ടലി കൺട്രോളബിൾ നോർ എന്താണ് കൺട്രോളബിൾ ബൈ ദി എന്താണ് മാനേജേഴ്സ്. എന്താണ് ഇപ്പോൾ ഒരു സ്ഥാപനത്തിൻ്റെ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റിൻ്റെ ഫുള്ളി കൺട്രോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, ഓർഗനൈസേഷന് കിട്ടില്ല. ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ സാധിക്കുള്ളൂ. അതിനപ്പുറം എന്താണ്, അത് അൺകൺട്രോളബിൾ ആണ്. അപ്പോൾ അതൊരു ഉദാഹരണമാണ് എന്ത്, സെമി കൺട്രോളബിൾ പ്രമിസസ്. ഈ നോൺ കൺട്രോളബിൾ പ്രമിസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസ് ബയോണ്ട് ദ കൺട്രോൾ ഓഫ് ദ ബിസിനസ് എൻ്റർപ്രൈസ്. എന്താണ്, അതായത് ബിസിനസ് എൻ്റർപ്രൈസസിൻ്റെ പുറത്തുള്ള, അതായത് വാർസ്, നാച്ചുറൽ കലാമിറ്റീസ് ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആർ ദ നോൺ കൺട്രോളബിൾ പ്രമിസസിൽ. എന്താണ്, ഇപ്പോൾ പെട്ടെന്നൊരു യുദ്ധം ഉണ്ടാകും, ഓർഗനൈസേഷൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എന്താണ് വരൾച്ച ഉണ്ടാകുന്നു, ഭൂകമ്പം ഉണ്ടാകുന്നു, അല്ലേ? ഇനി അല്ലെങ്കിൽ എക്കണോമിക് പോളിസി മാറ്റം ഉണ്ടാകുന്നു, ടാക്സിൻ്റെ നിയമം മാറുന്നു. അതൊന്നും ബിസിനസ്സിൻ്റെ എന്താണ് നമ്മുടെ ഓർഗനൈസേഷനോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് അവരുടെ കൺട്രോളിൻ്റെ പുറത്താണ്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണ ദീസ് പ്രമിസസ് ആർ യൂഷ്വലി എക്സ്റ്റേണൽ ടു ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ പുറത്തുള്ള പ്രമിസസ് ആയിരിക്കും എന്ത്, നോൺ കൺട്രോളബിൾ പ്രമിസസ്. അടുത്താണ് എന്ത്, ടാൻജിബിൾ ആൻഡ് ഇൻടാൻജിബിൾ പ്രമിസസ്. So tangible premises can be estimated in quantitative terms like production unit, cost per unit, etc. ടാൻജിബിൾ പ്രമിസസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റിമേറ്റ് കൃത്യമായിട്ട് കണക്ക് കാണിക്കാൻ പറ്റും. അതായത് എന്താണ്, പ്രൊഡക്ഷൻ യൂണിറ്റ് 100 എണ്ണം എന്ന് പറഞ്ഞാൽ 100 എണ്ണം, കോസ്റ്റ് പെർ യൂണിറ്റ് ഒരു യൂണിറ്റിന് 10 രൂപ എന്ന് പറഞ്ഞാൽ ആ 10 രൂപ എന്ന് പറഞ്ഞാൽ നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റുന്നതാണ്. ഫോർ എക്സാമ്പിൾ എ പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് ആൻഡ് സെയിൽസ് ഫോർകാസ്റ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. എന്താണ്, പ്രൊഡക്ഷൻ ഫോർകാസ്റ്റ് 1000 യൂണിറ്റ് ഉണ്ടാക്കാം. ആ 1000 എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേറ്റാണ്, അല്ലേ? അതേപോലെ എന്താണ്, സെയിൽസ് ഫോർകാസ്റ്റ്, ഇപ്പോൾ 25,000 രൂപയുടെ സെയിൽസ്, ആ 25,000 എന്ന് പറയുന്നത് വളരെ കൃത്യമാണ്, അല്ലേ? എന്താണ്, അങ്ങനെയുള്ളതിനെയാണ് നമ്മളെന്ത് പറയുന്നത്, ടാൻജിബിൾ പ്രമിസസ്. ഹൗ മെനി യൂണിറ്റ്സ് ഓഫ് പ്രോഡക്റ്റ് എ ക്യാൻ ബി സോൾഡ് ഇൻ എ ഇയർ ആൻഡ് ദെയർഫോർ പ്രൊഡ്യൂസ്ഡ്, ഹൗ മച്ച് റോ മെറ്റീരിയൽ ഈസ് നീഡഡ് ഫോർ ദ പ്രൊഡക്ഷൻ ക്യാൻ ബി എസ്റ്റിമേറ്റഡ് ഇൻ യൂണിറ്റ് ആൻഡ് മോണിറ്ററി ടേംസ്. എന്താണ്, അതായത് എ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു കൊല്ലം എത്ര എണ്ണമാണ് വിൽക്കുക, അപ്പോൾ ആ അതുകൊണ്ട് തന്നെ എത്ര എണ്ണം അത് പ്രൊഡ്യൂസ് ചെയ്യണം, എത്ര റോ മെറ്റീരിയൽ അതിന് വേണ്ടി ആവശ്യമുണ്ട്, അല്ലെ? ഇതൊക്കെ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരമുള്ളതാണ്, അല്ലെ? അങ്ങനെയുള്ളതിനാണ് നമ്മളെന്ത് പറയുന്നത്, ടാൻജിബിൾ എന്ന് പറയുന്നത്. ഇൻടാൻജിബിൾ പ്രമിസസ് കനോട്ട് ബി ക്വാണ്ടിഫൈഡ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റില്ല, അളക്കാൻ പറ്റില്ല, അല്ല? എന്താണ്, അതായത് ഗുഡ് വിൽ ഓഫ് ദ ഫേം, ഒരു ഓർഗനൈസേഷൻ്റെ ഗുഡ് വിൽ, എംപ്ലോയർ എംപ്ലോയി റിലേഷൻഷിപ്പ്, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് ദ മാനേജേഴ്സ്, അല്ലെ? ഇതൊക്കെ ഒന്നും നമുക്ക് എത്ര ലീഡർഷിപ്പ് ക്വാളിറ്റീസ് 1000 ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ എത്ര രൂപേൻ്റെ ക്വാളിറ്റി ഉണ്ടെന്ന് വെച്ചാൽ 100 രൂപേൻ്റെ ക്വാളിറ്റി എന്നാണ് നമുക്ക്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, സീരിയസ്ലി ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ എന്ത് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ഇൻടാൻജിബിൾ പ്രമിസസ്. Though the planning premises have been classified as above, this classification is not mutually എന്താണ് എക്സ്ക്ലൂസീവ്. എന്താണത്, ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ല എന്ത്, ടാൻജിബിളും ഇൻടാൻജിബിളും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ് പ്രമിസസിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ചോദിക്കുക.